ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളും കൂടെ നമുക്ക് കൂട്ടി തന്നാച്ചേ. ഇത് ആണ്ടവരുടെ നാള്, ആണ്ടവരുടെ ദിവസം. നമുക്ക് ഈ ആണ്ടവരുടെ ദിവസത്തിൽ നമുക്ക് അവനെ സ്തുതിപ്പാം, അവനെ വന്ദിക്കാം, അവനെ നമുക്ക് സ്തുതി പണിടാം, അവനെ കീർത്തനം പണിടാം. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് അവനെ സ്തുതി പണിടാം. നമ്മൾ എഫ്.എസ്. ലേഖനത്തിൽ നിന്നും നമ്മൾ വിസാരിച്ചുകൊണ്ടിരുന്നത് എഫ്.എസ്. ലേഖനം 3-ാം അധ്യായം നമ്മൾ 16 തൊട്ട് നമ്മൾ കീഴെ വായിച്ചിടാം, നമ്മൾ വാസിച്ചിടാം. എന്നാ നമ്മൾ சொல்லுது നമുക്ക് பார்க்கலாம். നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ചാച്ചേ. അവൻ നമുക്ക് എന്നാച്ചേ, അവൻ നമുക്ക് ധൈര്യം തന്നാച്ചേ, അവൻ നമുക്ക് ധൈര്യം തന്നാച്ചേ. നമ്മൾ അവന്റെ നമ്മൾ വാസിച്ചാച്ചേ. എന്നാൽ ഇங்கே നമ്മൾ 16-ാം വാക്യത്തിൽ നമ്മൾ എന്നാ കാണുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ഇங்கே ഒരു കാര്യം, അവൻ എന്തിനാ ആ ധൈര്യം തന്നാച്ചേ എന്ന് ഇங்கே சொல்லுது. ഞാൻ അത് നേരത്തെ சொல்லியாச்சே. എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കൊഞ്ചം ബാക്കിലോട്ട് പോയി അല്ലെങ്കിൽ പിന്നോക്കം പോയി നമുക്ക് பார்க்கலாம். അവൻ എന്നാ சொல்லுது, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, നമ്മുടെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അല്ല, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ചൊല്ലിയാച്ചേ. ഇங்கே ആണ്ടവരുടെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം താൻ ആണ്ടവർ നമുക്ക് ധൈര്യം തന്നാച്ച്. അതിന്റെ മഹത്വത്തിന്റെ മഹത്വം എത്ര പെരിയതെന്ന് നമ്മൾ വാസിച്ച് അത് നമുക്ക് നനച്ചിടാം. എങ്കിൽ നമ്മൾ വാസിക്കുന്നത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനാൽ നമ്മുടെ മനസ്സിലാകത്ത കാര്യമാണെങ്കിൽ അവന്റെ 16-ാം വാക്യം, അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, അതായത് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആര്? നമ്മൾ വാസിച്ചാച്ചേ, നമ്മൾ പഠിച്ചാച്ചേ. എന്നാ പഠിച്ചാച്ചേ? നമ്മൾ പഠിച്ചത് നമ്മൾ ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവനെ നമ്പിയിടുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ചൊല്ലി അവനോട് ക്ഷമ കേട്ടിടുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലെ വന്നിടും. ഇപ്പോൾ ആര് നമ്മുടെ ഉള്ളിലിരിക്കും? അവൻ താൻ നമ്മുടെ ഉള്ളിലേക്ക്, അതായത് പരിശുദ്ധാത്മാ പവിത്ര ആവി താൻ നമ്മുടെ ഉള്ളിലേക്ക്. പവിത്ര ആവി എന്ന് ചൊല്ലിയാൽ ആണ്ടവരുടെ 3 രൂപങ്ങളിൽ ഒരു രൂപം, അല്ലെങ്കിൽ പിതാവ്, പുത്രനെ, പവിത്രാവി, ഇത് 3 ഒന്ന് താൻ. അതിൽ പവിത്ര ആത്മാ, അതിൽ തേർഡ് പൊസിഷൻ അല്ലെങ്കിൽ 3ാമത്തെ പൊസിഷനിലുള്ള പവിത്ര ആത്മാവ്, അല്ലെങ്കിൽ അവൻ തന്നെ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. അവനാണ് നമുക്ക് എന്നാ ചെയ്യുന്നത്? നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതായത് അത് മൂലം നമ്മൾ ശക്തിയോടെ ബലപ്പെടണം. അതായത് നമ്മുടെ അകത്തെ ഭയം, നമ്മുടെ മനസ്സിലെ ഭയം അത് മാറണം. അല്ലെങ്കിൽ നമുക്ക് ധൈര്യം கிடைക്കണം. ധൈര്യം கிடைച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്നാ പറ്റുമോ? നമുക്ക് ശക്തിയോടെ ബലപ്പെടാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഭയത്തെ മാറ്റി നമ്മൾ വിശ്വസിക്കണം ആണ്ടവരായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പവിത്ര ആവി നമ്മൾ ഉള്ളിലെ വസിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അവനെ നമ്മൾ നമ്പുമ്പോൾ എന്നെ പറ്റും, അവൻ നമുക്ക് ധൈര്യം തന്നിടും. അവൻ നമുക്ക് പൂർണ്ണ ബലം നൽകിയിടും, അല്ലെങ്കിൽ പൂർണ്ണ ശക്തി നമുക്ക് കിടച്ചിടും. 17-ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ഇനി നമ്മൾ വാസിക്കുന്ന ഇത് മറ്റുമല്ല, നമുക്ക് വിശ്വാസം തേവപ്പെടും. വിശ്വാസത്തിൽ താൻ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അതായത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കാതെ നമുക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരാതെ. നമ്മൾ ചിലർ சொல்ல, നമുക്ക് എനിക്ക് പവിത്രാവി വന്നാച്ചേ, എനിക്ക് അത് വന്നാച്ചേ. ഇത് അപ്പോഴല്ല, ആണ്ടോരെ വിശ്വസിക്കുമ്പോൾ മറ്റും താൻ നമുക്ക് പവിത്രാവി നമ്മുടെ ഉള്ളിൽ, അതായത് ക്രിസ്തു താൻ നമ്മുടെ ഉള്ളിൽ വരുക. അതാണ് ഇங்கே പൗലോസ് എന്നാ சொல்லுது? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അത് ഇപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചാച്ചേ. എന്നെ വിസാരിച്ചാച്ചേ? ക്രിസ്തു ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ എന്നെ പറ്റിയാച്ചേ, അവൻ ശിഷ്യന്മാരുടെ കൂടെ നടന്നാച്ചേ. വസിക്കുകയല്ല, അവൻ കൂടെ നടന്നാച്ചേ. എന്നാൽ ഇപ്പോൾ എന്നാ പറ്റും? നമ്മൾ വിശ്വാസത്താൽ അവൻ നമ്മുടെ ഉള്ളിലെ വസിക്കുക.
നമുക്ക് ഏതാ നമുക്ക് ரொம்ப നല്ലത് ഏതാ? നീ ഒന്ന് പാത്ത് നോക്കിക്കുകയും. നേരത്തെ അവൻ കൂടെ നടക്കുമ്പോൾ ഇപ്പോൾ അവൻ നമ്മുടെ ഉള്ളിലെ വസിക്കുന്നു. നമ്മുടെ പവിത്ര ആവി നമ്മുടെ ഉള്ളിലെ വസിച്ച് നമുക്ക് എന്നാ പണ്ണുന്നു, നമുക്ക് ധൈര്യം പണ്ണുന്നു എന്ന് നമ്മൾ ചൊല്ലുക. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വരം നൽകണം എന്നും അത് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ എന്നാ പറ്റണം, വേരൂന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ റൂട്ട് നല്ലപോലെ വന്നിടണം. ഒരു മരം നമ്മൾ പാക്കുവാന്നുണ്ടെങ്കിൽ ഒരു മരത്തിന് ശക്തി എപ്പോൾ കിടക്കും? മരത്തിന് ശക്തി വരുന്നത് നമ്മൾ പാക്കുക അതിൻ്റെ വേര് നല്ലപോലെ പോയിടുമ്പോൾ തന്നെ അല്ലെങ്കിൽ വളർന്നിടുമ്പോൾ തന്നെ താനെ മരത്തിന് ശക്തി വരുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നാ പറ്റണം? നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ വേര് നമ്മളിൽ വളരണം. അതായത് അതിനാണ് റൂട്ട്. ആ റൂട്ടിൽ നിന്ന് വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വിശ്വാസം കിടക്കുകയുള്ളൂ. ആണ്ടവർ നമ്മുടെ ഉള്ളിൽ വന്നു, പക്ഷേ അത് ആ ആണ്ടവർ അപ്പടിയേ ഇരുന്നാൽ പോതാ. കാരണം നമ്മൾ വിശ്വസിക്കാതെ അവരെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ ഇത് നമ്മൾ നമ്മൾ വിസാരിച്ചിട്ട് ഒരു മാങ്ങയുടെ നമ്മൾ അണ്ടി എടുത്ത് അല്ലെങ്കിൽ കുരുവെടുത്ത് നമ്മൾ നടുക. അത് മുകളിലെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണിലെ വെച്ച് കഴിഞ്ഞാൽ അത് കിളിക്കാതെ അതിന് എന്നാ വേണം? അത് ഉള്ളിലേ പോയിട്ട് അത് പിന്നെ വേര് വന്ന് അത് നല്ലപോലെ നിറയുമ്പോൾ എന്നാ പറ്റും? അതിൽ നിന്ന് മരം വളർന്നിടും. നമുക്ക് അതേപോലെ ഇങ്ങനെ നമുക്ക് പാക്കുന്നത് ആണ്ടവർ എന്നാ ചൊല്ലുന്നത്? നിന്റെ ഉള്ളിലെ വേരൂന്നാണ്. ആണ്ടവരായ യേശുക്രിസ്തുവിന്റെ ആ വേര് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ വേര് അല്ലെങ്കിൽ അവന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വളരണം. ആ സ്വഭാവം വളരാതെ അതാണ് അതിന്റെ റൂട്ട്. അത് സ്വഭാവം വളരാതെ നമുക്ക് ആണ്ടവർ നമ്മളോട് മേൽ നമുക്ക് വേല പണ്ണാതെ. ഇങ്ങനെ ചൊല്ലുന്നത് നമ്മൾ 18-ാം വാക്യത്തിൽ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി, അതായത് സ്നേഹമില്ലാതെ നിങ്ങൾക്ക് വേരൂന്നാൻ പറ്റും. അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന സകല വിശുദ്ധന്മാരും കൂടെ ഗ്രഹിപ്പാനും. അതായത് നമ്മൾ അപ്പടി ആകുമ്പോൾ എന്നാ പറ്റും? ഇങ്ങനെ ചൊല്ലുന്നത് നമ്മൾ അടിസ്ഥാനപ്പെട്ടവർ. അതായത് അടിസ്ഥാനം എന്ന് ചൊല്ലിയാൽ അത് റൂട്ട് അല്ലെങ്കിൽ സെയിം താൻ റൂട്ട്. അല്ലെങ്കിൽ ഒരു വീടിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ആദ്യം വെക്കുന്ന കല്ല് താൻ അടിസ്ഥാനം. അല്ലെങ്കിൽ അത് എല്ലാമേ മെഷർ പണി അതെല്ലാമേ നമ്മൾ നോക്കി അതിൻ്റെ അടിസ്ഥാനം വെക്കുമ്പോൾ ആ കല്ല് വെക്കുന്നത് ആ കല്ലിൻ്റെ മേളിൽ താൻ നമ്മൾ എന്നാ പണുന്നത്? ഒരു വീട് പണുക. അടിസ്ഥാന ആ കല്ലിന് വളരെ മഹത്വം ഇരിക്കുക. ആ ആദ്യത്തെ മൂലക്കല്ല് അല്ലെങ്കിൽ ആദ്യത്തെ കല്ല് താൻ മുഖ്യമായ വിഷയം. ആ കല്ലിന്റെ മുകളിൽ താൻ ബാക്കിയെല്ലാം നമ്മൾ പണിയത്. അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് എന്നാ പറ്റണം? നമ്മൾ അവന്റെ അടിസ്ഥാനത്തിൽ അവൻ നമ്മുടെ ആയിരുന്നാൽ മാത്രമേ നമുക്ക് അതിന് ഫലം கிடைക്കുകയുള്ളൂ. അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ ഗ്രഹിപ്പാൻ. അതിൻ്റെ വീതി നീളം ഉയരം ആഴം എത്ര പെരുതാണെന്ന് അത് സകല വിശുദ്ധന്മാരും നിങ്ങൾക്കുള്ളിൽ തിരിയണം. അതായത് നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് മറ്റുള്ളവർ പാക്കണം. അതായത് നിങ്ങൾ സഭയിൽ പോകുമ്പോൾ സഭയിൽ പ്രശ്നം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ആണ്ടവർക്ക് സ്തുതിയും സ്തോത്രവും പണി അവനെ നമ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ഇരിക്കുക അല്ലെങ്കിൽ ആണ്ടവരുടെ എത്രമാത്രം വേരൂന്നി എന്ന് നമ്മൾ കാണുമ്പോൾ അത് സ്നേഹത്തിൽ കൂടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് എന്നാ തിരിയും? നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നാൽ നമുക്ക് തിരിയാൻ പറ്റും. ഇവിടെ നമ്മൾ 19-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വായിക്കുന്നത്? ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ കവിയാനും. അതായത് രണ്ട് കാര്യം ഇങ്ങനെ ചൊല്ലുന്നത്. ഒന്ന് ഗ്രഹിപ്പാൻ, അതായത് നിങ്ങൾക്ക് തിരിയണം. ഗ്രഹിപ്പാണെന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് തിരിയണം. രണ്ടാമത്തെ ഞങ്ങൾ എന്താ വായിക്കുന്നത്? അത് കവിയണം. അത് പറഞ്ഞാൽ ഒരു പാത്രത്തിലെ വെള്ളം നമ്മൾ ഊത്തിക്കഴിഞ്ഞാൽ അത് കവിയണം എന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞ് ഒഴുകണം. അതാണ് ഇങ്ങനെ അതായത് നമ്മുടെ സ്നേഹം നമ്മൾ കവിഞ്ഞ് ഒഴുകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് തിരിയും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ അത് കവിഞ്ഞൊഴുകുന്നത് നമ്മൾ
കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിജ്ഞാനം കവിയാണ്. ഇവിടെ പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകും. അപ്പോൾ എന്നാ പറ്റും? ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നേസത്തെ അറിവാൻ. അതായത് അതുവരെ നമ്മൾ അപ്പടി കവിഞ്ഞാൽ മറ്റും താൻ ക്രിസ്തുവിന് ആണ്ടവരായ യേശു ക്രിസ്തുവിടെ നേസം നമുക്ക് തിരിയാൻ പറ്റും. എന്നാൽ നമ്മുടെ നേസം ആണ്ടവരുടെ നേസം തിരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ വേണം? അതിൽ നമ്മൾ കവിഞ്ഞൊഴുകണം. പരിജ്ഞാനത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കഴിയുകയും അറിവാനും പ്രാപ്തമാകും. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് എല്ലാമേ നിറഞ്ഞു വരുന്ന മാതിരി അതായത് ആണ്ടവരുടെ സ്വഭാവങ്ങൾ നമ്മൾ നിറഞ്ഞു വരേണ്ട ആവശ്യമിരിക്കും. എന്നിട്ട് നമ്മുടെ ആണ്ടവരുടെ സ്വഭാവം നമ്മളിൽ നിറഞ്ഞു വരാതെ നമുക്ക് ആണ്ടവരോട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതായത് നമ്മുടെ ആണ്ടവരുടെ സ്വഭാവം എന്താണ് നമുക്ക് തിരിയും. ആണ്ടവരുടെ സ്വഭാവം അവൻ താൻ നേസം, അവൻ താൻ സമാധാനം, അവൻ താൻ നമുക്ക് ശാന്തി, അവൻ നമ്മുടെ ശക്തി, അവൻ താൻ നമ്മുടെ ബലം, അവൻ താൻ നമ്മുടെ ധൈര്യം, അതെല്ലാം അവൻ്റെ ഫലങ്ങൾ താൻ. ഇതെല്ലാമേ കവിഞ്ഞു വരണം. ഇത് കവിഞ്ഞു വരാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇങ്ങനെ சொல்லுது. അതായത് ഇങ്ങനെയാണ് നമ്മൾ നിറഞ്ഞ് വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപാരത്തിന് ശക്തിയാൽ കഴിയുന്നവന്. എന്നാ சொல்லுது? നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിന് മുമ്പേ അത്യന്തം കവിഞ്ഞു വരുന്ന ദൈവസ്നേഹത്തെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ കേട്ടിട്ടില്ല. ആണ്ടവർ നമ്മളെ നിറച്ചിരിക്കേ, അത് നമ്മൾ നിറച്ചിരിക്കുമ്പോൾ അത് കവിഞ്ഞൊഴുകിയിടും മറ്റൊരു പാത്തിടുമ്പോൾ മറ്റൊരു അതിൽ നിന്നും കുടിച്ചിടും. അല്ലെങ്കിൽ അവർക്കും അതിൻ്റെ പ്രതിഫലം കിടക്കും. അത് കിടക്കുമ്പോൾ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കും. അതായത് ഇതൊരു പ്രോസസ് താൻ. അത് നമ്മൾ കവിഞ്ഞൊഴുകണം എന്ന ഇങ്ങനെ ചൊല്ലുകയാണ്. സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ചൊല്ലുക. ഇപ്പടി നമ്മൾ ചെയ്യാൻ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. നമ്മുടെ ആണ്ടവരുടെ നാമം മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ആണ്ടവരുടെ സ്വഭാവം നമ്മളിൽ നിറഞ്ഞു വീഴണം. അവനിൽ നമ്മൾ വേരുന്നോണം, അവനിൽ നമ്മൾ വളരണം, അവൻ്റെ ചിത്തമനുസരിച്ച് നമ്മൾ വസിക്കണം. എൻ്റെ പ്രിയ മക്കളെ, പ്രിയ സഹോദരന്മാരെ, ഞാൻ എന്നാ ചൊല്ലുന്നതെന്ന് വെച്ചാൽ ആണ്ടവരെ വിശ്വസിച്ച് എന്നതുകൊണ്ട് മറ്റും താൻ നമ്മൾ രക്ഷ നമുക്ക് ആണ്ടവരുടെ ഫലം നമുക്ക് കാണാതെ അവനിൽ വിശ്വസിച്ച് അവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ വേര് നമ്മളിൽ ഊന്നി, അവൻ്റെ നേസം നമ്മളിൽ നിന്ന് വെളിയിൽ വന്ന്, അവൻ്റെ ധൈര്യം നമ്മളിൽ വന്ന് മറ്റുള്ളവർക്ക് പാക്കാൻ പറ്റും. അപ്പോൾ ആണ്ടവർ നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. ആണ്ടവരുടെ സ്നേഹത്തെ പറ്റി നമുക്ക് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ടൈം മുടിച്ചാച്ച് നമുക്ക് നാളെ നമുക്ക് വിസാരിക്കാം. ആണ്ടവർ നമുക്ക് നൽകിയ സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യും. ആണ്ടവരുടെ നേസത്തെ പാർക്കുക, അവനിൽ വേരൂന്നണം. അതാണ് എങ്കിൽ ചൊല്ലുന്നത്. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.